ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു teachenglish.com. ഫിഫ്ത്തിലെ ദ ഗിവിംഗ് ട്രീയിൽ നിന്നുള്ള ആക്ടിവിറ്റികളാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ശബ്ദം AI വോയിസ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും വാട്സപ്പ് ചാനലിൽ കാണാം. വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. Activity 1. Describe how the title, The Giving Tree, is suitable for the story. The Giving Tree എന്ന ടൈറ്റിൽ കഥയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണെന്ന് വിവരിക്കുക. The title, The Giving Tree, is suitable because the tree always gives to the boy. The Giving Tree എന്ന ടൈറ്റിൽ വളരെ അനുയോജ്യമാണ്, കാരണം വൃക്ഷം എല്ലായ്പ്പോഴും ആൺകുട്ടിക്ക് വേണ്ടതെല്ലാം നൽകുന്നു. The tree provides leaves, fruits, branches, and even its trunk. വൃക്ഷം ഇലകൾ, പഴങ്ങൾ, ശാഖകൾ, വൃക്ഷത്തിന്റെ തടി എന്നിവ നൽകുന്നു. The tree's happiness comes from helping the boy. വൃക്ഷത്തിന്റെ സന്തോഷം ആൺകുട്ടിയെ സഹായിക്കുന്നതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. It shows how to be kind and generous. ദയയും ഉദാരതയും എങ്ങനെ കാണിക്കാമെന്ന് ഈ കഥ കാണിക്കുന്നു. Activity 2. The tree invited the man to sit down and take rest on its stump. വൃക്ഷം ആ മനുഷ്യനെ അതിന്റെ കുറ്റിയിലിരുന്ന് വിശ്രമിക്കാൻ ക്ഷണിച്ചു. The man did so and started thinking about the tree. ആ മനുഷ്യൻ അങ്ങനെ ചെയ്യുകയും വൃക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. What would be his thoughts? എന്തായിരിക്കും അയാളുടെ ചിന്തകൾ? I remember all the tree gave me. വൃക്ഷം എനിക്ക് തന്നതെല്ലാം ഞാൻ ഓർക്കുന്നു. As a child, I played in its shade. കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ അതിന്റെ തണലിൽ കളിച്ചു. It gave me fruits to sell. അത് എനിക്ക് വിൽക്കാൻ പഴങ്ങൾ തന്നു. It offered its branches for my house. അതിന്റെ ശിഖരങ്ങൾ എന്റെ വീടിനായി നൽകി. Now, I'm old and tired. ഇപ്പോൾ ഞാൻ വൃദ്ധനും ക്ഷീണിതനുമാണ്. The tree sacrificed so much for me. ആ വൃക്ഷം എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തു. I'm grateful and should have appreciated it more. ഞാൻ നന്ദിയുള്ളവനാണ്, അതിനെ കൂടുതൽ വിലമതിക്കണമായിരുന്നു. The tree's kindness was endless. വൃക്ഷത്തിന്റെ ദയ അനന്തമായിരുന്നു. I feel a deep sense of gratitude. എനിക്ക് അഗാധമായ കൃതജ്ഞത തോന്നുന്നു. Activity 3. Here are some events from the story, The Giving Tree. The Giving Tree എന്ന കഥയിൽ നിന്നുള്ള ചില സംഭവങ്ങൾ ഇതാ. Rearrange the jumbled sentences in the correct order. ക്രമം തെറ്റി നൽകിയ ഈ വാചകങ്ങൾ ശരിയായ വിധത്തിൽ പുനഃക്രമീകരിക്കുക. A boy comes to play with the tree every day. ഒരാൺകുട്ടി എല്ലാ ദിവസവും മരവുമായി കളിക്കാൻ വരുന്നു. He enjoys the tree's company and loves to climb up. അവൻ വൃക്ഷത്തിന്റെ കൂട്ട് ആസ്വദിക്കുകയും അതിന്റെ മുകളിൽ കയറാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. As the boy grows older, he visits the tree less frequently. കുട്ടി വലുതാകുമ്പോഴും അവൻ ഇടയ്ക്കിടെ മരത്തിന്റെ അടുത്ത് വരുന്നു. One day, he comes and asks the tree for money. ഒരു ദിവസം അവൻ വന്ന് മരത്തോട് പണം ചോദിക്കുന്നു. The tree gives him some fruits to sell in the city. നഗരത്തിൽ വിൽക്കാനായി വൃക്ഷം അവന് കുറച്ച് പഴങ്ങൾ നൽകുന്നു. He needs a house to live in. താമസിക്കാൻ ഒരു വീട് വേണമെന്നവൻ ആവശ്യപ്പെടുന്നു. The tree asks him to cut her branches. തന്റെ ശിഖരങ്ങൾ മുറിക്കാൻ മരം അവനോട് ആവശ്യപ്പെടുന്നു. Years later, the man is in need of a boat to sail away. വർഷങ്ങൾക്കു ശേഷം ആ മനുഷ്യന് പോകാൻ ഒരു ബോട്ട് ആവശ്യമായി വരുന്നു. The tree offers its trunk to make a boat. ഒരു ബോട്ട് നിർമ്മിക്കാൻ വൃക്ഷം അതിന്റെ തടി ഓഫർ ചെയ്യുന്നു. The old man returns to the tree, now a stump. ഒടുവിൽ വൃദ്ധനായി മരത്തിനടുത്തേക്ക് മടങ്ങിയെത്തുന്നു, ഇപ്പോൾ മരത്തിൽ ഒരു കുറ്റി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. The tree says, "Please come." മരം അപ്പയാഴും അയാളെ സ്വാഗതം ചെയ്തു പറയുന്നു. Sit down and take rest. ദയവായി വരൂ, ഇരുന്ന് വിശ്രമിക്കൂ. Activity 4. Perform a puppet show based on the story, The Giving Tree. The Giving Tree എന്ന കഥയെ അടിസ്ഥാനമാക്കി ഒരു പപ്പറ്റ് ഷോ അവതരിപ്പിക്കുക. Giving Tree. The Giving Tree-യെ അടിസ്ഥാനമാക്കി നമുക്ക് ഒരു ലളിതമായ പപ്പറ്റ് ഷോ ആസൂത്രണം ചെയ്യാം. Here is a short script for a puppet show.
ഒരു പപ്പറ്റ് ഷോയ്ക്കുള്ള ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഇതാ. ഇതിൽ കുട്ടിയെയും മരത്തെയും പ്രതിനിധീകരിക്കാൻ പാവകളെ ഉപയോഗിക്കണം. Scene 1. The boy and a tree. ആൺകുട്ടിയും മരവും. Narrator. Once upon a time, there was a tree and a little boy who loved playing together. ഒരിക്കൽ ഒരു വൃക്ഷവും അതിനൊപ്പം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു. Boy, love climbing your branches and eating your fruits. Tree. പ്രിയ വൃക്ഷമേ, നിന്റെ കൊമ്പുകളിൽ കയറി നിന്റെ പഴങ്ങൾ തിന്നാൻ എനിക്കിഷ്ടമാണ്. Tree. Love having you here. നീ അടുത്തു തന്നെയുണ്ടാവുന്നത് ഞാനും ഇഷ്ടപ്പെടുന്നു. കുട്ടി. Scene 2. Growing up. Narrator. As the boy grew older, he visited the tree less often. കുട്ടി വലുതായപ്പോൾ അവൻ ഇടയ്ക്കിടെ വൃക്ഷം സന്ദർശിക്കുന്നത് കുറഞ്ഞു. Boy, I need money to buy things. Tree. പ്രിയ മരമേ, സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് പണം വേണം. Tree. Take my fruits and sell them in the city. അതിനെന്താ, എന്റെ പഴങ്ങൾ എടുത്ത് നഗരത്തിൽ വിൽക്കുക. Narrator. The boy took the fruits and left. The tree was happy. പയ്യൻ പഴങ്ങളെടുത്ത് പോയി. വൃക്ഷം സന്തോഷവതിയായിരുന്നു. Scene 3. Building a house. Narrator. Years later, the boy returned. വർഷങ്ങൾക്കു ശേഷം ആ പയ്യൻ തിരിച്ചെത്തി. Boy, I need a house. Tree. എനിക്കൊരു വീട് വേണം. Tree. Take my branches to build a house. ഒരു വീട് പണിയാൻ എന്റെ ശാഖകൾ മുറിച്ചെടുത്തോളൂ. Narrator. The boy cut the branches and left. പയ്യൻ കൊമ്പുകൾ മുറിച്ചു കൊണ്ടുപോയി. The tree was happy. വൃക്ഷം അപ്പോഴും സന്തോഷവതിയായിരുന്നു. Scene 4. The boat. Narrator. Time passed, and the boy became a man. He returned again. കാലം കടന്നുപോയി. പയ്യൻ ഒരു പുരുഷനായി. അവൻ വീണ്ടും മരത്തിനടുത്തെത്തി. Man, I need a boat. Tree. മരമേ, എനിക്ക് സഞ്ചരിക്കാന് ഒരു ബോട്ട് വേണം. Tree. Use my trunk to build a boat. ഒരു ബോട്ട് നിർമ്മിക്കാൻ എന്റെ തടി വെട്ടിയെടുത്തുപയോഗിച്ചോളൂ. Narrator. The man built a boat and sailed away. ആ മനുഷ്യൻ ഒരു ബോട്ട് നിർമ്മിച്ച് യാത്ര ചെയ്തു. The tree was happy. അപ്പോഴും വൃക്ഷം സന്തോഷവതിയായിരുന്നു. Scene 5. The old man and the stump. Narrator. After a long time, the man returned once more. വളരെക്കാലത്തിനു ശേഷം ആ മനുഷ്യൻ വീണ്ടും മരത്തിനടുത്ത് തിരിച്ചെത്തി. The tree, now just a stump, was overjoyed. ഇപ്പോൾ ഒരു കുറ്റി മാത്രം അവശേഷിച്ച ആ വൃക്ഷം അത്യധികം ആഹ്ലാദഭരിതരായിരുന്നു. Tree. I have nothing left to give you. നിനക്ക് നൽകാൻ എന്റെ പക്കൽ ഒന്നും അവശേഷിക്കുന്നില്ല. But you can sit and rest. പക്ഷേ നിനക്കെന്റെ കുറ്റിയിലിരുന്ന് വിശ്രമിക്കാം. Man, that's all I need now. എനിക്കിപ്പോൾ വേണ്ടത് അത്രമാത്രം. Narrator. The man sat on the stump and the tree was happy. ആ മനുഷ്യൻ സ്റ്റെമ്പിൽ ഇരുന്നു. വൃക്ഷം സന്തുഷ്ടയായിരുന്നു. പപ്പറ്റ് ഷോ ഇവിടെ അവസാനിക്കുന്നു. ഷോ ആകർഷകമാക്കാൻ ലളിതമായ പാവകളും വർണ്ണാഭമായ പശ്ചാത്തലവും ഉപയോഗിക്കാൻ ഓർമ്മിക്കുക. കഥയിലെ വികാരനിമിഷങ്ങൾക്കനുയോജ്യമായ പശ്ചാത്തല സംഗീതം ചേർക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.